നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വയനാട് ദുരന്തത്തിൽ നിന്ന് വയനാടിന് കൈത്താങ്ങായി ഒരുമിച്ച് നിൽക്കുകയാണ് കേരളം. എല്ലാ സഹായവും വയനാട്ടിലെ ജനങ്ങൾക്കായി എത്തിക്കാനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടക്കുകയാണ്. ആ ഒരു ദുരന്തം നടന്ന സമയത്ത് മോഹൻലാൽ അവിടെ എത്തിയതും വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു നടനായിട്ടല്ല അവിടെ എത്തിയത്. അദ്ദേഹത്തിന് മറ്റൊരു പദവി കൂടിയുണ്ട്, ലഫ്റ്റനന്റ് കേണൽ എന്ന പദവി കൂടിയുണ്ട്. അതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ബറ്റാലിയനിലുള്ള പട്ടാളക്കാർ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടെ എത്തിയത്. എന്നാൽ ചില ആളുകൾ അതിനെ വളരെ നെഗറ്റീവ് ആയിക്കൊണ്ടാണ് അതിനെതിരെ പ്രതികരിച്ചുകൊണ്ടും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഏതായാലും ഒരു ചെകുത്താൻ എന്ന ഒരു യൂട്യൂബർ, ചാനൽ നടത്തുന്ന ഒരു യൂട്യൂബർ ഈ ഒരു മോഹൻലാലിന്റെ അവിടുത്തെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ആ ചാനലിൽ പോയിട്ട് നമ്മൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. വളരെ വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളാണ്, വളരെ മോശം ഭാഷയിലാണ് ശ്രീ മോഹൻലാലിനെതിരെ ഈ ഒരു യൂട്യൂബർ, ചെകുത്താൻ എന്ന് പറയുന്ന ഈ ഒരു യൂട്യൂബർ നടത്തിയിരിക്കുന്നത്. ഏതായാലും അതിന് പിന്നാലെ നടൻ സിദ്ദിഖ് പരാതി നൽകുകയും ഈ ഒരു യൂട്യൂബർ അജു അലക്സിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ അജു അലക്സിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചുകൊണ്ടാണ് നടൻ സിദ്ദിഖ് രംഗത്ത് വരുന്നത്. സിദ്ദിഖ് നൽകിയ പരാതിയിൽ ചെകുത്താനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മോഹൻലാലിനെ അധിക്ഷേപിച്ചതിനാണ് ഇയാൾക്കെതിരെ സിദ്ദിഖ് പോലീസിൽ പരാതി നൽകിയത്. ഇന്ത്യൻ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി വഹിക്കുന്ന മോഹൻലാൽ പട്ടാള യൂണിഫോമിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലം സന്ദർശിച്ചതിന് എതിരെയാണ് അജു അലക്സ് ചെകുത്താൻ യൂട്യൂബ് ചാനലിലൂടെ അപകീർത്തിപ്പെടുത്തി പരാമർശം നടത്തിയത്. സിദ്ദിഖിന്റെ വാക്കുകൾ ഇപ്രകാരമാണ്: മോഹൻലാലിനെ മാത്രമല്ല, അമ്മ സംഘടനയിലെ ഏതെങ്കിലും ഒരു അംഗത്തെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായാൽ അത് ചോദ്യം ചെയ്യേണ്ട ബാധ്യത എനിക്കുണ്ട്. മോഹൻലാൽ ചെയ്ത വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർ എന്ന നിലയിൽ അതേറെ വിഷമമുണ്ടാക്കി. കുറച്ചു കാലങ്ങളായി നടന്മാരെയും സിനിമയെയും പല രീതിയിൽ അധിക്ഷേപിച്ചുകൊണ്ട് യൂട്യൂബർമാർ എന്ന് പറയുന്ന ആളുകൾ എത്തുന്നുണ്ട്. ഒരു വ്യക്തി മാത്രം വന്ന് ഇതുപോലെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രവണത കുറച്ചു കാലങ്ങളായി കാണുന്നു. ഇതിനെതിരെ ആരെങ്കിലും ഒക്കെ ചോദിക്കേണ്ടേ? രാജ്യത്ത് ഇതിനെതിരെ നിയമമുണ്ട്. ഇപ്പോഴാണ് ഈ വിഷയത്തിൽ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് പോലീസിൽ പരാതിപ്പെടുന്നത്. അതിലൊരാളെ ഇന്നലെ അറസ്റ്റ് ചെയ്തു. മറ്റൊരാളെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇനി ഇങ്ങനെ അധിക്ഷേപിക്കുന്ന വീഡിയോ ചെയ്യില്ലെന്ന് എഴുതി വാങ്ങിയിരുന്നു. ആർക്കും ആരെയും എന്തും പറയാവുന്ന രീതിയിൽ ആ മേഖല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്, ശരിയാണ്. അതൊരാളെ അധിക്ഷേപിക്കാനോ കയ്യേറ്റം ചെയ്യാനോ ആകരുത്. ആരെയും എന്തും പറയാം എന്നുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ഒരാളെ ഗണിക്കാനോ അയാളെ മാനസികമായി വേദനിപ്പിക്കാനോ ഒരാൾക്കും സ്വാതന്ത്ര്യമില്ല. അതിനൊക്കെ ഇവിടെ നിയമമുണ്ട്. മോഹൻലാലിനെ വളരെ വ്യക്തിപരമായാണ് ഇയാൾ അധിക്ഷേപിച്ചത്. മോഹൻലാൽ ടെറിട്ടോറിയൽ ആർമിയുടെ ഒരു ഭാഗമായതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ പോകാൻ സാധിച്ചത്. നമുക്ക് പലർക്കും അവിടെ പോകണമെന്ന് ആഗ്രഹിച്ചിട്ടും സാധിക്കുന്നില്ല. രക്ഷാപ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പൊതുസമൂഹത്തിന് അവിടെ പ്രവേശനമില്ല. മോഹൻലാൽ എന്ന വ്യക്തി ടെറിട്ടോറിയൽ ആർമിയുടെ ഭാഗമായതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ പോകുവാൻ കഴിഞ്ഞു. അത് അദ്ദേഹം ചെയ്ത വലിയ പുണ്യപ്രവൃത്തിയാണ്. എന്താണ് അവിടെ നടന്നതെന്ന് മനസ്സിലാക്കി വിശ്വശാന്തി ഫൗണ്ടേഷൻ സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്തു. അദ്ദേഹത്തിന് അതിന്റെ പേരിൽ ഒരു പബ്ലിസിറ്റി കിട്ടിയിട്ട് ഒന്നും നേടാനില്ല. മോഹൻലാൽ ചെയ്ത ഈ വലിയ പ്രവൃത്തിയെ അഭിനന്ദിക്കുന്നതിന് പകരം വ്യക്തിപരമായി അദ്ദേഹത്തെ ഒരുപാട് അധിക്ഷേപിക്കുന്നത് കണ്ടപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകൻ എന്ന നിലയിലും ഏറെ വിഷമമുണ്ടായി. ഞാനൊരു സംഘടനയുടെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളാണ്. മോഹൻലാലിനെ മാത്രമല്ല, അമ്മ സംഘടനയിലെ ഒരു മെമ്പറെ പോലും അങ്ങനെ ഒരാൾ വ്യക്തിപരമായി അധിക്ഷേപിച്ചാൽ തീർച്ചയായും അതിനെ ചോദ്യം ചെയ്യേണ്ട ബാധ്യത ജനറൽ സെക്രട്ടറിയായ എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് താനത് പരാതിയായി എഴുതി പോലീസിന് കൈമാറുന്നത്. സൈബർ വിഭാഗത്തിന്റെ ചുമതലയുള്ള ഹരിശങ്കർ പ്രത്യേക താല്പര്യമെടുത്ത് ഈ കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കമുണ്ടാക്കിയതിൽ വ്യക്തിപരമായി അദ്ദേഹത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ.